എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊന്നും രാവിലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നതാണ്. നാളെ മുതൽ എന്താണ് കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് മിത്ര വീട്ടിലേക്ക് വരുവാണ്. മിത്ര വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം വന്നിട്ടുണ്ടായിരുന്നു. ആര്യം ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു വീട് കാണാൻ പോയിട്ട്. സൂപ്പറായിരുന്നു. ആനന്ദേട്ടന്റെ ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയും കാലം കാത്തിരുന്നാലും ആനന്ദേട്ടന് അച്ഛൻ കാത്തു വെച്ചിരുന്ന നല്ലൊരു സമ്മാനമെന്ന് ഞാൻ പറയുള്ളൂ. ആ പെൺകുട്ടി എന്ന് പറയണേ. ഇത് കേട്ടത് ആരും ചോദിച്ചു അത്രയ്ക്ക് മിടിക്കാണെന്ന് ചോദിക്കും. മിടിക്ക MA ലിറ്ററേച്ചർ ആണെന്നാ പറഞ്ഞേ. അത് പോരാഞ്ഞിട്ട് ഇതേ ഇഷ്ടംപോലെ പണമുണ്ട്, പണവും പ്രതാപവും എല്ലാം ഉണ്ടെന്ന് പറയാണ്. പിന്നെ അവരുടെ ഇടപെടലൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട തന്നെയാന്ന് പറയാണ്. അച്ഛനും ഭയങ്കര സന്തോഷത്തിലാന്ന് പറയാം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു അച്ഛന്റെ ആഗ്രഹം പോലെ നടന്നില്ലേ. അതെ ആനന്ദേണ്ണനും അതുപോലെ തന്നെയാ. ആനന്ദേണ്ണ പെൺകുട്ടിനെ കണ്ടപ്പോ തൊട്ട് അതിനെങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. കല്യാണേ വേണ്ട ആത്മീയത മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. അവൾ ആ പെൺകുട്ടിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആനന്ദേട്ടന്റെ മനസ്സങ്ങോട്ട് മാറിയെന്ന് പറയാണ്. ഇത് കേട്ടതും ആര്യം പറഞ്ഞു എല്ലാരെക്കാളും കൂടുതൽ സന്തോഷം അച്ഛനായിരിക്കും അല്ലേ. അച്ഛനെ ആലോചിച്ചുറപ്പിച്ചു കൊണ്ടുവന്ന ബന്ധമല്ലേ. അതെ അച്ഛനും അതെ അമ്മയ്ക്കും അതെ ഭയങ്കര സന്തോഷമാണ്. ഉടനെ കല്യാണം കാണുമായിരിക്കും. കല്യാണം ഉണ്ടെങ്കിൽ ആര്യ പോവണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ആര്യം പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് പറയണം. അതെന്താര്യം അങ്ങനെ പറഞ്ഞേ. ആനന്ദന്റെ വിവാഹമല്ലേ പോവാതിരിക്കാൻ പറ്റില്ലോ. പോണം അല്ലെങ്കിൽ തന്നെ ഇന്ന് എന്നപ്പോ ചോദിച്ചു ആര്യൻ എന്തിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് അമ്മ പറഞ്ഞു ആര്യന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാക്കിയാന്ന് പറഞ്ഞ് തടി തപ്പി. പക്ഷെ ഇനി കല്യാണത്തിന് എങ്ങനെയല്ല, കല്യാണത്തിന് എന്തെങ്കിലും ആര്യനും ഉണ്ടാവണം, ആര്യം വരാതിരിക്കലെന്ന് പറയണം. ഇന്ന് ആര്യനില്ലാത്തോണ്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പറയാം. അതെ കല്യാണമൊക്കെ വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലത്ത് നീ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫുഡും കഴിച്ചിട്ട് പഠിക്കാൻ നോക്കുക. അതൊക്കെ അതിന്റെ വഴിയെ അങ്ങോട്ട് പോയിക്കോളും. നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ലല്ലോ എന്ന് പറയണം. എന്നാലും ആര്യ ഒരെന്നാലും ഇല്ല, പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം ഗോമതിയുടെ അടുത്തേക്ക് ബാലൻ വരുവാണ്. ബാലൻ വന്നിട്ട് പറഞ്ഞു അതെ കല്യാണം ഇനിയിപ്പോ ഉടനെ തന്നെ നടത്തണം, അവരോടും കൂടെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ. അത് ശരിയാ, വിളിക്കേണ്ടവരെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കണമെന്ന് പറയണം. ഇവിടെ നാടൊട്ടുക്ക് വിളിക്കണം, ഗംഭീരമായിട്ട് വേണം കല്യാണമൊക്കെ നടത്താനായിട്ട്. കൃഷ്ണമംഗലംകാരുടെ മുന്നില്, കാരണം അവര് നമ്മളെ വിളിക്കാതല്ലേ മിത്രയുടെ അലോകിന്റെ കല്യാണം നടത്താൻ കൂട്ടാക്കിയത്. ഇത് കേട്ടപ്പോഴത്തേനും ഗോമതി പറഞ്ഞല്ല ആനന്ദന്റെ കല്യാണം നമുക്ക് വിളിക്കണ്ടെന്ന് ചോദിക്കാം. വിളിച്ചാലും മതി, വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവനും കൂടെ ഓടി വരുമെന്ന് പറയണം. അന്ന് അതല്ലല്ലോ അമ്മയോടെങ്കിലും ഒന്ന് പറയണ്ടേന്ന് പറയാ. പറയാതിരിക്കുന്നത് മോശമല്ലേ. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അറിയാലോ അവരെങ്ങനെയല്ലേ കല്യാണം മുടക്കാനേ നോക്കുള്ളൂ. ഒരു കാരണവശാലും ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കില്ല. അവിടുത്തെ കല്യാണം മുടക്കിയതുകൊണ്ട് വെല്ലുവിളിച്ചിരിക്കുമല്ലേ. അതുകൊണ്ട് മുടക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറയാം. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഉദയഭാനു സാറും വീട്ടുകാരും ഇതിനൊക്കെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും അവർ സമ്മതിക്കത്തില്ല. അവർക്ക് ഇനിയിപ്പോ എന്തൊക്കെ നാടകം കളിച്ചുകൊണ്ട് കൃഷ്ണമംഗലംകാരൻ ചെന്നാലും അവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു അത് ശരിയാ, അതുകൊണ്ട് ആ ഒരു സമാധാനം ഉള്ളെന്ന് പറയണേ. അങ്ങനെ വന്നു വെച്ചിട്ട് ബാലൻ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ കടയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കടയിലേക്ക് വരുവാ. കടയിൽ ചെന്ന് ഇപ്പൊ രാമേട്ടൻ ചോദിച്ചു എങ്ങനെയാ ബാല കാര്യങ്ങളൊക്കെ, കല്യാണമൊക്കെ ഉറപ്പിച്ചോന്ന് ചോദിക്കും. കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ല, തൽക്കാലത്തേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ തീയതി മുഹൂർത്തം കുറിപ്പിച്ച് കല്യാണം നടത്തണമെന്ന് പറയണം. അല്ല പോയിട്ട് എങ്ങനെയുണ്ട് വീടും പരിസരമൊക്കെ? നല്ല സൂപ്പർ ആയിട്ടുണ്ട്. കാരണം വീടാണെങ്കിലും പരിസരമാണേലും പിന്നെ അവരുടെ ഇടപെടലാണെങ്കിലും എല്ലാം കൊണ്ട് യോജിച്ചൊരു ബന്ധമാന്ന് പറയണം. ഇത് കേട്ടത് ധർമ്മം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അളിയൻ നിലത്തൊന്നും അല്ല നിന്നെ. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഒരു നല്ല ബന്ധം വന്നു കിട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ സന്തോഷിക്കാതിരിക്കുവോ? പോരാഞ്ഞിട്ട് ആനന്ദ് ഇത്രയും കാലമായിട്ട് പെണ്ണ് വേണ്ട കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേന്ന് ചോദിക്കും. രാമേട്ടൻ പറഞ്ഞ എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാ, അതുകൊണ്ടാണല്ലോ ഇതിനു മുമ്പ് വന്ന കല്യാണാലോചനയൊക്കെ മുടങ്ങി പോയിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇതുപോലെ നല്ലൊരു ബന്ധം കിട്ടാനായിരിക്കും എന്ന് പറയാണ്. ഈ സമയം മീനാക്ഷി അടുത്തേക്ക് ഗോമതി വരികയാണ്. ഗോമതി വന്നിട്ട് എങ്ങനെയുണ്ട് മോളെ പെൺകുട്ടിനെ കണ്ട്? കാണാൻ കൊള്ളായിരുന്നു ചോദിക്കാം. കാണാനൊക്കെ കൊള്ളാം, എന്നാലും എന്താ ഇനിയിപ്പോ പുതിയ പെൺകുട്ടി വന്നപ്പോ തന്നെ നമ്മളെ ഒന്നും ഒരു നീച്ചത്തില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതും നമ്മൾ അങ്ങനെ പറഞ്ഞേ. അല്ല എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. വരാൻ പോകുന്ന പെൺകുട്ടി ഇഷ്ടം പോലെ സ്വർണ്ണമായിട്ടല്ല വരുന്നേ. ഇത് കേട്ടോ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. ആ എനിക്കറിയാം, ഒരുപക്ഷെ വന്നു കഴിയുമ്പോഴത്തേനും അറിയാന്ന് പറയണം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം മാറുമെന്ന്. അങ്ങനെ പറയരുത് മീനാക്ഷി, നീ അല്ലേ ഇങ്ങോട്ട് കയറുമെന്ന് ആദ്യത്തെ മരുമകൾ അതൊക്കെ തന്നെ. പക്ഷെ ഞാൻ ഈ പറയുന്ന സ്വർണ്ണമായിട്ടൊന്നും അല്ല വന്നേ, എന്റെ ഈ കയ്യിലും കാലിലും കിടക്കുന്നതൊക്കെ അല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും ഇല്ലെന്ന് പറയണേ. അതെ നീ തന്നെ ആക്കൊരു സ്വർണ്ണമല്ലേ, നിന്റെ അത്ര സ്വഭാവശുദ്ധിയുള്ളൊരു പെൺകുട്ടീനെ തന്നെ ഈ കുടുംബത്തിലേക്ക് കിട്ടിയത് തന്നെ ഭാഗ്യം. നീ വന്നതിന് ശേഷം കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ ഉണ്ടായത്. ഇനി അത് പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ എത്ര മരുമക്കൾ വന്നു പറഞ്ഞാലും എനിക്ക് നീയാണ് പ്രാധാന്യം. അറിയാലോ, നീ വന്നതിന് ശേഷമാണ്
ഞാനും ബാലേട്ടനും തമ്മിൽ ഒന്നിലേലും നീ ഈ കുടുംബത്തിലേക്ക് വന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് മുൻപന്തി നിൽക്കുന്ന നീയല്ലേ. നീ ഇല്ലായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും ഇവിടെ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറിയേനെ. അവിടെയെല്ലാം നീ അതെല്ലാം തണുപ്പിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിനക്ക് സാധിച്ചു. ഒരു കുടുംബം എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിനക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, ഇതൊക്കെ വരുമ്പോഴും ആ പുതിയ പെണ്ണ് വരുമ്പോഴും കാണിച്ചാൽ മതി നമ്മളോടുള്ള സ്നേഹം എന്ന് പറയണം. അത് ശരി. അപ്പൊ ഇപ്പതേ നീ പറയാൻ തുടങ്ങിയോ? അല്ല, അമ്മായിമ്മപ്പോർ എടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പുതിയ മരുമോള് വന്നു കഴിയുമ്പോ ഞാൻ എന്ത് അമ്മായിമ്മപ്പോർ എടുക്കാനെന്ന് പറയാണ്. അപ്പോഴേക്കും അനുസരി വന്നിട്ട് പറഞ്ഞു, അമ്മയെങ്ങാനും അമ്മായിമ്മപ്പോർ എടുക്കുവാണെങ്കിൽ ദേ അമ്മയ്ക്കിട്ടുള്ള പണി നമ്മൾ തന്നെ കൊടുക്കും ഇല്ല മീനാക്ഷി ചേച്ചിന്ന് ചോദിക്കുക. അത് പിന്നെ പറയാനുണ്ടോ? ഇങ്ങോട്ട് വരട്ടെ, വന്നു കഴിയുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നമ്മൾ വിവരം അറിയിച്ചു വിടുമെന്ന് പറയാം. ഇത് കേട്ടോണ്ട് ആനന്ദം കൊണ്ടുവന്ന് എന്താ ദേ ആനന്ദേണ്ട ഇപ്പോഴേ തുടങ്ങിയല്ലോ. എന്താ ആനന്ദേട്ടാ? ഞങ്ങൾ ആനന്ദേണ്ട ഭാര്യയാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചാ പറഞ്ഞേ. അവൾക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞങ്ങളോടൊപ്പം നിൽക്കുവാണെ കുഴപ്പമില്ല. പക്ഷെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ തനി സ്വരൂപം അറിയുമെന്ന് പറയാ. അതൊന്നുമില്ല, ദേവി പാവാന്ന് പറയണ. പിന്നെ പാവമാണ് പോലും. 2 ദിവസം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പാവമാണ് പോലും. അതിനെ ദേവിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. അത് പിന്നെ ഇത്ര കണ്ടല്ലോ, 2-3 വട്ടം കണ്ടല്ലോ. കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം ഒക്കെ മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായെന്ന്? 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം അങ്ങോട്ട് മനസ്സിലാവുമോ? ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ, നീ അവിടെ ഞാൻ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലെന്ന് പറയണം. ഇത് കേട്ട മീനാക്ഷി, ഞാൻ വെറുതെ പറഞ്ഞ ആനന്ദേട്ടാന്ന് പറയണം. പിന്നീട് ആനന്ദ് അകത്തേക്ക് കയറി പോവാ. അപ്പോഴാണ് ആനന്ദിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവിയെ വിളിക്കുന്നത്. കോളെടുത്ത് കഴിഞ്ഞിട്ട് ആനന്ദ് ചോദിച്ചു, എന്തൊക്കെയാണ് ദേവിന്ന് ചോദിക്കണേ. ഒന്നുമില്ല, വെറുതെ വിളിച്ചാന്ന് പറയണം. പിന്നീട് ആനന്ദും ദേവിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കുറച്ചേരം അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മീനാക്ഷി അല്ലെന്നേ. ഇവരുടെ സംസാരം കേട്ടു. ഓഹോ, അപ്പൊ കല്യാണം ഉറപ്പിച്ചു വെച്ചപ്പോ തന്നെ ഫോൺ വിളിയൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കും. ഒന്ന് മിണ്ടാതിരിക്കുന്നു പറയാണ്. കൈ കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ഓഹോ അങ്ങനെ ഇപ്പൊ സൊല്ലണ്ടെന്ന് പറയും. ഞാൻ ഇച്ചിരി സംസാരിക്കട്ടെ എന്ന് പറയണ. ആ ഫോണും കൂടെ വാങ്ങി. പിന്നീട് ശ്രീദേവിയോട് സംസാരിക്കുകയാണ്. ശ്രീദേവിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം ഇനിയിപ്പോ മീനാക്ഷി തന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുവോ, പോരാത്തേന് ഇനിയിപ്പോ നാടകം എഴുതുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ടാണ് ആനന്ദിന്റെ കയ്യിലേക്ക് ഫോണും കൊടുക്കുന്നത്. അങ്ങനെ ഫോൺ വിളിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അതെ ഇതൊരു ശീലമാക്കി എടുക്കണ്ട. എന്ത് ഈ ഫോൺ വിളി എപ്പോഴും ഉള്ളേ? ഒന്ന് പോവും മീനാക്ഷി അവിടെ എന്ന് പറയണേ. അതെ ഞാൻ വെറുതെ തമാശ പറഞ്ഞു കേട്ടോ, വിളിച്ചോ, ഞാൻ വെറുതെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞാലും ചോദിച്ചിട്ട് മീനാക്ഷി അങ്ങോട്ട് പോവാണ്. ആ സമയം മിത്ര ആൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ആ കുട്ടി MA ലിറ്ററേച്ചർ ആണെന്നാ പറഞ്ഞേ. അപ്പൊ എനിക്കുള്ള നാടകം മിക്കവാറും ആ കുട്ടീനെ കൊണ്ട് എഴുതിക്കാന്ന് പറയാണ്. അതിന് നാടകമൊക്കെ എഴുതാറിയാവോ? അമ്മ മാത്രമല്ല മോളും നല്ല നാടകക്കാരിയെന്നാ പറയുന്ന കേട്ടെ. അതാരാ പറഞ്ഞേ? ഞാൻ ശ്രീദേവിയോട് ചോദിച്ചു, നാടകം ഒതല്ലോടെ നാടകം ഷേക്സ്പിയറിന്റെ അല്ലേ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ അമ്മയാണെന്നൊക്കെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായെന്ന് പറയാണ്. ഇതൊക്കെ വല്ലതും ഉള്ളതാണോ എന്ന് ആരും ചോദിക്കണം. പിന്നെ അല്ലാതെ പിന്നെ MA ലിറ്ററേച്ചർ അല്ലേ, അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞ നാടകം ഉറപ്പായിട്ട് എഴുതിത്തരും. ഷേക്സ്പിയറുടെ നാടകമല്ലേ, എഴുതിത്തരും. നമുക്ക് എന്തായാലും എളുപ്പമായി കാര്യങ്ങളൊക്കെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു പറയണ. ആഹാ, എന്നാ അത് കോൾ അടിച്ചല്ലോ. എന്നാ പിന്നെ നിനക്ക് പറഞ്ഞിട്ട് പോരാൻ മേലായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഇനി ഒന്ന് ഇടയ്ക്കൊന്ന് വിളിച്ച് ഓർപ്പിച്ചാൽ മതി എന്ന് പറയാണ്. ആ സമയം ശ്രീദേവി നല്ല ടെൻഷനിലാണ്. കാരണം ശ്രീദേവിക്ക് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ മിത്ര പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്, നാടകം എഴുതുന്നതിനെ കുറിച്ചൊക്കെ. ഇതൊക്കെ ശ്രീകലയോടും ബുദ്ധിമാനോടും പറയണം. എല്ലാം കിട്ടിച്ച് ബുദ്ധിമാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് എനിക്കറിയത്തില്ല, MA ലിറ്ററേച്ചർ എന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് നേരാൻ വേണ്ട ABCD പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേ MA ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത്. നാടകം എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഇതേ മോളെ, കല്യാണം വരെ എങ്ങനെയും പിടിച്ചു നിന്നാൽ മതിയാവുള്ളൂ എന്ന് പറയാം. അമ്മയ്ക്ക് ഇതൊക്കെ അങ്ങോട്ട് പറയാം. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതെ നീ ഒരു കാര്യം വിചാരിക്കണം. നിന്നെ ബാലന് ആ വീട്ടിലെ മൂത്ത മരുമോളായിട്ട് കണക്കാക്കാൻ പോകുന്നത്. കാരണം പറ്റുന്നും കൊണ്ടല്ല, നീയാണ് ആ വീട്ടിലേക്ക് എല്ലാ രീതിയിലും കാര്യം ചെന്ന പെൺകുട്ടി. ബാക്കി 2 പേരും ഒളിച്ചോടി വന്നവരാ. പക്ഷെ എല്ലാതും കൂടി അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടു കൂടി നീയാണ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പൊ നീ ആയിരിക്കും മൂത്ത മരുമോള്. നില്ല ആ രീതിയിലായിരിക്കും ബാലനും ഗോമതിയൊക്കെ കാണാനായിട്ട് പോകുന്നത്. പിന്നെ എല്ലാവരും കയ്യിലെടുക്കേണ്ട നിനക്കാണ്. നീ ചെന്നിട്ട് വേണം അവിടെ എല്ലാവരും കയ്യിലെടുക്കാനായിട്ട്. നീ പറയുന്ന പോലെ എല്ലാം അവരെ അനുസരിക്കണം എന്ന് പറയാം. ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണമ്മേ. പിന്നെ നടക്കണമെന്ന് നീ നടത്തിക്കണം. അവിടെയാണ് നിന്റെ മിടുക്കെന്ന് പറയാം. എനിക്ക് ഇപ്പൊ തന്നെ നല്ല ടെൻഷനുണ്ട്. ആനന്ദേണ്ണെ വിളിക്കുമ്പോഴാണല്ലോ ആനന്ദേണ്ണ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാ. കള്ളത്തരത്തിന് മേലെ കള്ളത്തരമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർത്തുണ്ട്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പാകത്തിന് അങ്ങോട്ട് നടത്തിയാൽ മതി. ഇതിനകത്ത് ഇനിയിപ്പം നമുക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അവരും ഭയങ്കര ആകാംക്ഷയിലാണ്. അതുപോലെ തന്നെ നമ്മളും അവിടെ കയറി പറ്റിയാൽ മാത്രം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അറിയാലോ എന്ന് പറയാണ്. അതൊക്കെ അറിയാമേ.
എന്നാലും എനിക്കൊരു വിഷമം. നമ്മൾ ഇത്രയും വലിയ ചതിയാണല്ലോ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട്. ഇനി ചതിയാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണം. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ. എല്ലാം നിന്റെ കയ്യിലിപ്പ് പോലെ ഇരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് ആനന്ദനെ വിളിക്കണം. ആനന്ദനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. കല്യാണം വരെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും ആനന്ദ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നിന്റെ കഴുത്തിൽ താലി അർത്തണം. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോന്ന് ചോദിക്കാം. ഉണ്ടെന്ന് പറയണേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.